500 കോടിയുടെ ഇറിഡിയം തട്ടിപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പെരിഞ്ഞനം സ്വദേശി ഹരിദാസ് അടക്കം 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര എന്നാണ് നിലവിൽ അന്വേഷണ സംഘം കരുതുന്നത്? ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് തട്ടിപ്പ് വളരെ വലിയ രീതിക്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ പലരുമായും ഞാൻ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇവരാരും തന്നെ പരാതി നൽകാനായി മുന്നോട്ട് വന്നിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലറാണ് ആദ്യം പോലീസിനെ സമീപിച്ചത്. പോലീസിനെ സമീപിച്ചപ്പോൾ പറഞ്ഞത് ഈ പണം നഷ്ടപ്പെട്ട ആരെങ്കിലും പരാതി നൽകിയാലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ പണം നഷ്ടപ്പെട്ട ഒരാൾ മാത്രമാണ് ഇതിനോടകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട പോലീസിൽ മനോജ് എന്ന് പറയുന്ന മാപ്രാണം സ്വദേശിയാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇയാളുടെ പരാതിയിന്മേലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. 31,000 രൂപ ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൻ്റെ പക്കൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും ആ പണം തിരികെ ലഭ്യമാക്കണമെന്നുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മനോജുമായി സംസാരിച്ചു. അതിനോടൊപ്പം തന്നെ മനോജിൻ്റെ കൂടെ ഈ പണം നഷ്ടപ്പെട്ട നിരവധിയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ലക്ഷങ്ങളാണ്, 25 ലക്ഷം നഷ്ടപ്പെട്ട സ്ത്രീയുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കോടി രൂപ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷേ ഇവരാരും തന്നെ ഇതുവരേക്കും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ഇതിൻ്റെ വ്യാപ്തി പോലീസിൻ്റെ ഒരു പ്രാഥമിക കണക്കനുസരിച്ച് 500 കോടിയോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങളൊക്കെ തന്നെ ഇതിൽ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വരുമെന്നുള്ളതാണ്. ഇന്നലെ തൃശ്ശൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെ ഒരു യോഗം നടന്നിരുന്നു. അതായത് ഈ പണം നഷ്ടപ്പെട്ടവരുടെ യോഗം നടന്നിരുന്നു. ഇനിയിപ്പോൾ പലരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പല ഇടങ്ങളിലായി ഇത്തരത്തിൽ പരാതി നൽകാൻ 500 കോടി രൂപയുടെ ഇറിഡിയം തട്ടിപ്പ് ആണ് നടന്നിരിക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏക സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളി തട്ടിപ്പിന് വേണ്ടി ഇങ്ങനെ സ്വയം ചെന്ന് നിന്നു, എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വലിയ ബുദ്ധിമാനാണെന്നൊക്കെ പറയുന്ന മലയാളി സ്ഥിരമായി തട്ടിപ്പിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇറിഡിയം, നക്ഷത്രയാമ, വെള്ളി, മൂങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ അറിഞ്ഞൂടെയല്ലേ തട്ടിപ്പിക്കാൻ? അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെയാണ് പോകുന്നത് എന്നുള്ളത് ഒരു കാര്യം. അതിനപ്പുറം ഈ ഇറിഡിയം, അതിൽ വലിയ വില കിട്ടും എന്നുള്ള മോഹം, അങ്ങനെ 500 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം.